അതെ, തിരുമുല്ലാവാരത്തെ ഉത്സവം ചേരാൻ ഇനി ഇത് 2 ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. അപ്പം ഇന്ന് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണാന്ന് വെച്ച് പോയപ്പോഴത്തേനും 2 കോഴിയും ഒരു ചേച്ചി വെള്ളം ഒഴിക്കുന്നതാണ് ആദ്യം കണ്ടത്. പിന്നെ ഒരു ചെറിയ ആനക്കുട്ടിയുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഒത്തിരി ദൈവങ്ങളെയും കണ്ടു. ഈ ചെറുക്കൻ ഒത്തിരി നേരമായിട്ട് ഈ പൂത്തിരി കത്തിക്കുക കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത്തേനും വീണ്ടും ആ ചേച്ചി വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഗണപതി ഭഗവാൻ ആകാശത്തങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ബാബുവായിട്ട് തോന്നിയത് ഈ ഒരു കട്ടൗട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട്. പിന്നെ പേര് പോലും അറിയാത്ത കുറച്ചധികം ദൈവങ്ങൾ 2 സൈഡിലായിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ദാണ്ടി നമ്മൾ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും സ്റ്റിൽ എന്തോ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചേച്ചിയും കൂടെ ആയിട്ടാണ് ഇന്ന് ഇതൊക്കെ കാണാനായിട്ട് വന്നത്. ഞങ്ങൾ നേരെ ബാക്ക് സൈഡിലോട്ട് വെച്ച് പിടിച്ചു. ബാക്കിൽ കുളവും കടലും ഒക്കെ ഉണ്ടല്ലോ, അത് കാണാനായിട്ട് പോകുന്നത്. അവിടെ എത്തിയപ്പോഴത്തേനും കുളത്തിന് ചുറ്റും വീണ്ടും നിരവധി ദൈവങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഒരു ചെറുക്കൻ്റെ വട്ടത്തിൽ കൂടെ ഒത്തിരി റാബിറ്റ് ചാടിപ്പോകുന്നുണ്ട്. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് അതിൻ്റെ താഴെയായിട്ട് 10 അവതാരങ്ങളുടെ പടവും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുളത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് വാട്ടർ പ്ലസ് ലൈറ്റ് ഷോ, അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കടൽപ്പൂരം ഉണ്ടായിരുന്നു. ഈ വട്ടം ഉണ്ടോ എന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ഞാനും ചേച്ചിയും കൂടെ പോയത് നേരെ കുറച്ച് സ്നാക്സ് തിന്നാനാണ്. അവിടെ നിന്ന് അതും കഴിച്ചിറങ്ങിയപ്പോഴത്തേന് നേരെ നോക്കിയപ്പോൾ ഈ ഒരു ബണ്ണിൻ്റെ കട കണ്ട്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ മസ്ക് ബൺ കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് അറിയാനായിട്ട് പോയതാണ്. അടിപൊളി ഒരു സാധനം, 40 രൂപയുള്ളൂ, നല്ല വർത്താണ്. അവിടെ ഞങ്ങൾ നേരെ പോയത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് കൈകൊട്ടിക്കളിയുണ്ട്. ഇപ്പം ഇതാണല്ലോ ട്രെൻഡ്. ഞാനും കൈകൊട്ടിക്കളി കണ്ടിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് ഇതിവിടെ കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നിട്ട് ഞാനും ചേച്ചി പയ്യെ അവിടെ നിന്ന് 8 മണിക്ക് വീട്ടിൽ കയറുന്ന ചേച്ചി 9 മണി വരെ ഞാൻ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പിടിച്ചു നിർത്തി. ഞാൻ തിരുവല്ലായിരത്താണ് താമസിക്കുന്നതെങ്കിലും എൻ്റെ ഉത്സവം വിഷ്ണുത്താവലയാണ്. എന്തായാലും ബാക്കി വിശേഷം പുറകെ പറയാം. സീ യു സൂൺ.